ഏകീകൃത പ്രവേശന പരീക്ഷയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകും. കേരളത്തിലെ പ്രവേശന പരീക്ഷ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, മറ്റു വിവരങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഏകീകൃത പരീക്ഷ മെഡിക്കലിന് ഏകീകൃത പരീക്ഷ മതി എന്നുള്ളൊരു നിലപാട് കൈക്കൊണ്ടത്. സുപ്രീം കോടതി വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 27, 28 തീയതികളിലായി സംസ്ഥാനത്ത് മെഡിക്കൽ എൻട്രൻസ് നടത്തിയിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് മെഡിക്കൽ എൻട്രൻസ് എഴുതിയ വിദ്യാർത്ഥികൾ ഏറെ പേരും ആശങ്കയിലാണ്. കാരണം ഏകീകൃത പരീക്ഷ നടത്തുന്നത് മെയ് 1-നും ജൂലൈ 27-നുമായി 2 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യഘട്ടത്തിൽ നേരത്തെ നീറ്റ് പരീക്ഷയ്ക്കായി അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 1-ാം തീയതി പരീക്ഷ എഴുതാം. അപേക്ഷിക്കുന്നവർ ആണ് 2-ാം ഘട്ടത്തിൽ അപേക്ഷിച്ച ശേഷം പരീക്ഷ എഴുതേണ്ടത്. ഇത്തരത്തിൽ ഒരു വിഭാഗം കുട്ടികൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നു, ഒരു വിഭാഗം കുട്ടികൾക്ക് സമയം തീരെ ലഭിക്കില്ല. അത്തരത്തിൽ ഉള്ള നിരവധി ആശങ്കകളാണുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ മേൽനോട്ടത്തിൽ, സംസ്ഥാനത്ത് എൻട്രൻസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരീക്ഷ പൂർണ്ണമായും സുതാര്യം തന്നെയാണ്. ഇതിൽ ആവശ്യമെങ്കിൽ MBBS-നും BDS-നും ഏകീകൃത പരീക്ഷ നടത്തി അതിൽ നിന്നും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തോട്ടെ. പക്ഷേ എന്നാൽ മറ്റ് 8ഓളം കോഴ്സുകൾക്ക്, ആയുർവേദ, വെറ്റിനറി, സിദ്ധ ഉൾപ്പെടെയുള്ള 8ഓളം കോഴ്സുകൾക്ക് സംസ്ഥാനം നടത്തിയ പ്രവേശന പരീക്ഷയിൽ നിന്ന് തന്നെ കുട്ടികളെ എടുക്കാനുള്ളൊരു അനുമതി നൽകണം. ഇത്തരത്തിൽ ഒരു അനുമതി സംസ്ഥാനത്തിന് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രി മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശവും നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇവർ ഈ വിഷയത്തിൽ നിയമോപദേശവും AGയുടെ നിയമോപദേശവും ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. അരുൺ, ഷീജ വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാനനഷ്ട കേസ് നൽകി. മുഖ്യമന്ത്രി 31 കേസിൽ പ്രതിയാണെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് കേസ്. അതേസമയം കപട മനസാക്ഷിയെ സംരക്ഷിക്കാനായാണ് മുഖ്യമന്ത്രി കേസ് കൊടുത്തതെന്നും തന്റെ നാവ് ബന്ധിക്കാൻ ശ്രമിക്കുന്ന ഉമ്മൻചാണ്ടി വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും VS പറഞ്ഞു. മാനനഷ്ട കേസ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയുടെ വെക്കേഷൻ ബെഞ്ചാണ് മുഖ്യമന്ത്രി നൽകിയ മാനനഷ്ട കേസ് പരിഗണിക്കുക. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ VS നടത്തിയ പ്രസംഗം അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി. VS മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. മുഖ്യമന്ത്രി 31 അഴിമതി കേസുകളും മന്ത്രിസഭാംഗങ്ങൾ മൊത്തം 136 കേസുകളും നേരിടുന്നുവെന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിയിൽ പറയുന്നു. കപട മനസാക്ഷിയെ സംരക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ കേസെന്ന് VS തിരിച്ചടിച്ചു. പ്രസംഗം തടയണമെന്നാവശ്യപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാതി അപഹാസ്യവും ഒളിച്ചോട്ടവുമാണ്. സർക്കാരിന്റെ അഴിമതി തുറന്നുകാട്ടുക പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. നാവ് ബന്ധിക്കാമെന്ന് കരുതുന്ന ഉമ്മൻചാണ്ടി വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 3 ജില്ലകളിലായി 53 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. സൗത്ത് 24 പർഗാനയിലെ 31-ഉം ഹൂഗ്ലിയിലെ 18-ഉം ദക്ഷിണ കൊൽക്കത്തയിലെ 4 മണ്ഡലങ്ങളിലുമാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 43 വനിതകൾ ഉൾപ്പെടെ 349 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 1,24,00,000 വോട്ടർമാർക്കാണ് സമ്മതിദാനാവകാശമുള്ളത്. മുഖ്യമന്ത്രി മമതാ ബാനർജി വീണ്ടും ജനവിധി തേടുന്ന ഭവാനിപ്പൂർ മണ്ഡലമാണ് 5ാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രം. മമതയ്ക്കെതിരെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബത്തിലെ ഇളമുറക്കാരനായ ചന്ദ്രകുമാർ ബോസിനെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. ദീപദാസ് മുൻഷിയാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയും 5ാം ഘട്ടത്തിനുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സുജൻ ചക്രവർത്തി, റോബിൻ ദേവ്, തൃണമൂലിനു വേണ്ടി സംസ്ഥാന മന്ത്രിമാരായ അരൂപ് വിശ്വാസ്, മനീഷ് ഗുപ്ത തുടങ്ങിയവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖ സ്ഥാനാർത്ഥികൾ. ആദ്യ 4 ഘട്ട വോട്ടെടുപ്പിലും തൃണമൂൽ നേതൃത്വത്തിൽ വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിരീക്ഷകരെയും നിയോഗിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിലെ ഒരു കുടുംബത്തിലെ 6 കുട്ടികൾ തീവെന്ത് മരിച്ചു. മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്നാണ് ദുരന്തം ഉണ്ടായത്. ഞങ്ങളുടെ പ്രതിനിധി ജംഷീർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. ജംഷീർ, വളരെ നിസ്സാരമെന്ന് തോന്നിക്കാവുന്ന ഒരു സംഗതിയിൽ നിന്നാണ് ഇത്ര വലിയ ദുരന്തം ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? അരുൺ, ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കുട്ടികൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഈ ഒരു അവസരത്തിൽ അബദ്ധവശാൽ എങ്ങനെയോ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി ഇവർ കിടക്കുന്നിടത്തേക്ക് വീഴുകയും വസ്ത്രങ്ങളിൽ തീ പടരുകയുമായിരുന്നു. എന്നാൽ തീ പടർന്ന വിവരം തുടക്കത്തിൽ ആരും തന്നെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നില്ല. ആരും അറിയാതെ പോവുകയും ചെയ്തു.
ആ വീട് തന്നെ ഏതാണ്ട് പൂർണ്ണമായും അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം കത്തിത്തീർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കുട്ടികൾ ആരും തന്നെ രക്ഷപ്പെട്ടതുമില്ല. 6 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് കുട്ടികളുടെ പേരോ പ്രായമോ അത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഉത്തർപ്രദേശിലെ ബറേലിയിൽ കിലാചാവനി എന്ന ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള വിവരം. കൂടുതൽ വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിനുകളിൽ നമുക്ക് നൽകാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പോലീസും മറ്റുള്ളവരും മറ്റു അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും 6 കുട്ടികൾ മരിച്ചു. വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അരുൺ, ഈ മുതിർന്നവരാരും വീട്ടിലുണ്ടായിരുന്നില്ലേ? കുട്ടികൾ മാത്രമാണോ ഉണ്ടായിരുന്നത്? അരുൺ, ഇത് സംബന്ധിച്ച് അയൽവാസികളിൽ നിന്നോ ഒന്നും ആരും അങ്ങനെ ഒരു കൃത്യമായ വിവരം നമുക്ക് നൽകിയിട്ടില്ല. ആരെല്ലാം ഉണ്ടായിരുന്നു, വീട്ടിൽ ആരെല്ലാം ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ എവിടെ പോയി, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ഈ അപകടത്തിൽപ്പെട്ടു, ആരും അറിയാതെ എങ്ങനെ ഇത്ര വലിയൊരു ദുരന്തം, ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് ഇത്ര വലിയൊരു ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നതുപോലും ഇപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ എവിടെ നിന്നും ലഭ്യമായിട്ടില്ല. ഈ ഒരു കാര്യം മാത്രമാണ്, അതായത് ബറേലിയിലെ കിലാചാവനി ഗ്രാമത്തിൽ ഒരു കുടുംബത്തിലെ 6 കുട്ടികൾ വെന്തു മരിച്ചിരിക്കുന്നു. വസ്ത്രത്തിലേക്ക് മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്നാണ് അപകടമുണ്ടായത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അരുൺ, ജംഷീറാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിലെ ഒരു കുടുംബത്തിലെ 6 കുട്ടികൾ തീവെന്ത് മരിച്ചു. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പിണറായി വിജയൻ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിസ്റ്റിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി എത്തിയിട്ട് പോലും സംഭവത്തിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കരച്ചിലടങ്ങാത്ത റിസ്റ്റിയുടെ വീട്ടിൽ പിണറായിയുടെ സന്ദർശനം സാന്ത്വനമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് നാടിന് നടുക്കിയ ദുരന്തത്തിൽ തന്റെ അനുശോചനം അറിയിക്കാനും റിസ്റ്റിയുടെ കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിക്കാനുമായി പിണറായി വിജയൻ എത്തിയത്. റിസ്റ്റിയുടെ പിതാവ് ജോൺ, അമ്മ ലിനി, സഹോദരൻ ഏബിൾ ജോൺ എന്നിവരോടൊപ്പം അല്പസമയം ചിലവിട്ടാണ് പിണറായി മടങ്ങിയത്. സംഭവം നടന്നിട്ടും ഈ മേഖലയിലെ മയക്കുമരുന്ന് മാഫിയെ നേരിടുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പിണറായി പറഞ്ഞു. പോലീസ് ഉണർന്നു പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ അവരെ നിർവീര്യമാക്കുന്നുണ്ടോ? ഇതിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുള്ളതാണല്ലോ. എന്താണ് അത്തരത്തിൽ ഇടപെടാൻ ഗവൺമെൻറ് തയ്യാറാകാത്തത്? ഇവിടെ വന്നുപോയ മുഖ്യമന്ത്രിക്കും ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷവും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിൽ നിന്ന് ഒട്ടേറെ സംശയങ്ങളും ഉയരുന്നൊരു സംഭവമാണിത്. CPM ജില്ലാ സെക്രട്ടറി പി രാജീവ്, എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M അനിൽകുമാർ എന്നിവരും പിണറായിയെ അനുഗമിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് മയക്കുമരുന്നിനടിമയായ അയൽവാസി അജി ദേവസി റിസ്റ്റിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് പല നിയോജക മണ്ഡലങ്ങളിലും BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ശക്തിപ്പെട്ടു വരികയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിലും അക്കൗണ്ട് തുറക്കില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ വോട്ടർമാരെ ആവേശത്തിലാക്കിയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ UDF സർക്കാരിനെതിരെയും BJPക്കെതിരെയും ആഞ്ഞടിച്ചത്. നെയ്യാറ്റിക്കര നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആൻസലന്റെ കാരോട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം പഴയ ഉച്ചക്കടയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ മദ്യനയം കൈക്കൂലി വാങ്ങാനായുള്ളതാണെന്ന് കോടിയേരി പറഞ്ഞു. നൂറുകണക്കിന് പ്രവർത്തകരും വോട്ടർമാരും യോഗത്തിൽ സംബന്ധിച്ചു. കോവളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ജമീല പ്രകാശത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗവും കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് യോഗത്തിൽ പങ്കെടുത്തത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TN സീമയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു പ്രവർത്തകർക്ക് ആവേശം വിതറി കോടിയേരി ബാലകൃഷ്ണൻ UDF സർക്കാരിനെതിരെയും BJPക്കെതിരെയും രൂക്ഷ വിമർശനമുന്നയിച്ചത്. സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ശക്തിപ്പെടുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇത്തവണയും കേരളത്തിൽ താമര വിരിയുകയില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കോൺഗ്രസുമായി ഒത്തുകളിക്കുകയാണ്.
പല മണ്ഡലത്തിലും ഈ രഹസ്യ ബാന്ധവം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ നേമത്ത് നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? നേമത്ത് മത്സരിക്കുന്നത് O രാജഗോപാലനാണ്. രാജഗോപാലിൻ്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ എവിടെ തെരഞ്ഞെടുപ്പുണ്ടോ അവിടെ രാജഗോപാലനുണ്ടാവും. 5 കൊല്ലത്തിനിടയിൽ 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 5 തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഇത്തവണ ഒന്നും കൂടി തോക്കണം. പക്ഷെ ഇത്തവണ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ തോൽപ്പിച്ച ശിവൻകുട്ടിയോട് തന്നെ ഒരിക്കൽ കൂടി തോക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവിടെ തന്നെ പോയിട്ട് രാജഗോപാലൻ മത്സരിക്കുന്നത്. പക്ഷെ അവിടെ ഇത്തവണ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. കൈപ്പത്തി നേമത്തെ എവിടെയും ഇല്ല. അവിടെ ഒരു പിള്ളേനെ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. പിള്ളേനെ ഒറ്റ കോൺഗ്രസ്സുകാരനും വേണ്ട. അതോടുകൂടി അത് ചാപിള്ള ആയി. മന്ത്രിമാർക്കെതിരെ കേസില്ലെങ്കിൽ എന്തിനാണ് 2 മന്ത്രിമാർ ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് രാജിവെച്ചതെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്തൊട്ടാകെ ഇതുവരെ ആകെ 912 പത്രികകളാണ് സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 2 ആണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തുവന്ന ഏപ്രിൽ 25 മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയിരുന്നു. പല ജില്ലകളിലും ഇടത് വലതു മുന്നണികളുടെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം 25-ാം തീയതിയാണ് പത്രികകൾ നൽകിയത്. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് 3 മണിയോടെ അവസാനിക്കും. ഇതുവരെ ആകെ 912 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ഇന്നലെ മാത്രം ആകെ 283 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. ഏറ്റവും കൂടുതൽ പത്രിക ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്, 128 എണ്ണം. കുറവ് പത്തനംതിട്ട ജില്ലയിലും. 23 പത്രികകളാണ് ഇവിടെ സമർപ്പിച്ചത്. കാസർഗോഡ് 30-ഉം കണ്ണൂരിൽ 70-ഉം വയനാട്ടിൽ 25-ഉം കോഴിക്കോട് 96-ഉം പാലക്കാട് 76-ഉം തൃശൂരിൽ 92-ഉം പത്രികകൾ ലഭിച്ചപ്പോൾ ഇടുക്കിയിൽ 30, എറണാകുളം 100, കോട്ടയം 54, ആലപ്പുഴ 17, പത്തനംതിട്ട 23, കൊല്ലം 60, തിരുവനന്തപുരം 80 എന്നിങ്ങനെയാണ് ലഭിച്ച പത്രികകളുടെ കണക്ക്. ബുധനാഴ്ച വരെ ആകെ 629 പത്രികകൾ ലഭിച്ചിരുന്നു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മെയ് 2-നാണ്. അന്നേ ദിവസം 3 മണിക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ ചിഹ്നം അനുവദിക്കുക. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രഖ്യാപനവും ഔദ്യോഗികമായി വരുന്നതോടെ തെരഞ്ഞെടുപ്പ് അംഗവും മുറുകും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. പീപ്പിൾ ടിവിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയായ പടക്കളം മലപ്പുറത്തിന്റെ വികസനവും രാഷ്ട്രീയവും എല്ലാം സമഗ്രമായി ചർച്ച ചെയ്ത വേദിയായി. LDF-ന് വേണ്ടി CPIM ജില്ലാ കമ്മിറ്റി അംഗം IT നജീബും, UDF-നായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KNA ഖാദറും, LDF-നായി BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീപ്രകാശും പങ്കെടുത്തു. മലപ്പുറത്തിന്റെ രാഷ്ട്രീയവും വികസനവുമെല്ലാം സമഗ്രമായി വിശകലനം ചെയ്തും വിചാരണയ്ക്ക് വിധേയമാക്കിയുമാണ് പീപ്പിൾ TV തെരഞ്ഞെടുപ്പ് പരിപാടിയായ പടക്കളം ആകർഷണീയമായത്. 5 മന്ത്രിമാരുള്ള ജില്ല. UDF ഭരണകാലത്തെല്ലാം പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മലപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ആനുപാതികമായി വികസനം മലപ്പുറത്തെത്തിയില്ല. അതിന്റെ അമർഷവും പടക്കളത്തിൽ കണ്ടു. ഇടതുപക്ഷത്തിനു വേണ്ടി CPIM ജില്ലാ കമ്മിറ്റി അംഗം IT നജീബ് പടക്കളത്തിൽ പ്രതിനിധിയായി. UDF-നായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും MLA-യുമായ KNA ഖാദർ, NDA പ്രതിനിധിയായി BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തു. സദസ്സ് നിറഞ്ഞതോടെ ചോദ്യങ്ങളുടെ ശരവർഷങ്ങൾ. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ മനസ്സിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു പടക്കളം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാസർഗോഡ് ജില്ലയിൽ കുടിവെള്ള പ്രശ്നപരിഹാര നടപടികൾ പാളുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട നിയന്ത്രണങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥതല വീഴ്ചകളുമാണ് ബദൽ സംവിധാനങ്ങൾ ഫലപ്രദമാക്കുന്നതിന് തടസ്സം. കുടിവെള്ള വിതരണത്തിന് ആവശ്യമായ വാഹനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വേണ്ടത്ര ജലസ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ആദിവാസി ഊരുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. ഈ പാതാളക്കുഴി ഇറങ്ങി വേണം കാസർഗോഡ് ഈസ്റ്റേൾ ഏരിയയിലെ വായ്ക്കാനം വേട്ടുവ കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് വെള്ളം ശേഖരിക്കുവാൻ. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വരൾച്ചാ ദുരിതത്തിൻ്റെ പരിച്ഛേദമാണിത്. കാസർഗോഡ് ഈസ്റ്റേൾ ഏരി ഗ്രാമപഞ്ചായത്തിലെ വായ്ക്കാനം വേട്ടുവ കോളനിയിലെ ഏക കുടിവെള്ള സ്രോതസ്സായ കുളത്തിൽ നീരുറവ നിലച്ചു തുടങ്ങി. പാറക്കെട്ടുകളിൽ നിന്നും കിരിഞ്ഞിറങ്ങുന്ന നീർത്തുള്ളികൾ
തെങ്ങോലക്കീറിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പാത്രങ്ങളിൽ സംഭരിക്കുകയാണ് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ. 20 അടിയോളം ആഴമുള്ള കുളത്തിൽ നിന്നും വെള്ളമെടുത്ത് കുത്തുകല്ല് കയറി കരപറ്റുവാൻ സ്ത്രീകൾ പെടാപ്പാട് പെടണം. രാപകലുകൾ മുഴുവൻ കാത്തിരുന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്നതാകട്ടെ 2-3 കുടം വെള്ളം മാത്രം. ഇതും എപ്പോൾ വേണമെങ്കിലും നിലച്ചേക്കാം. രാത്രിയും ഇരിക്കും, അതുപോലെ പകലും ഇരിക്കും. ഇന്നലെ കിട്ടുള്ളൂ ഒരു നേരം കഞ്ഞി വെക്കാൻ ഒരു കുടം വെള്ളത്തിന്. പണിക്ക് പോക്കല്ല. 5-8 പിള്ളേരില്ലവർക്ക് ഈ പിള്ളേർക്ക് വെള്ളം കൊടുക്കണം, കുളിപ്പിക്കണം. ഇതിനെല്ലാം വെള്ളം വേണ്ടേ? ഇത് ഇവിടെ കുത്തിയിരുന്നോളുക, ഇത് കോഴിക്കോട് വരുന്നുള്ളൂ. വായിക്കാനും കോളനിയിൽ 50ഓളം കുടുംബങ്ങളുണ്ട്. ഇവിടെ ജീപ്പിൽ വെള്ളം എത്തിക്കാൻ സാധിക്കുമെങ്കിലും റവന്യൂ വകുപ്പ് ഇതുവരെ അതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സീമാ മോഹൻ ചൂണ്ടിക്കാട്ടി. കുടിവെള്ളത്തിന് ഏറ്റവും ബുദ്ധിമുട്ട്. അതുപോലെ ഇവർ ഈ രാത്രി 3 മണി വരെ ഈ കലവും ഇങ്ങനെ വെച്ചിട്ട് ഉറക്കം പോലും ഇല്ലാതെ അങ്ങനെയുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. വണ്ടി കയറി എത്താനുള്ള ബുദ്ധിമുട്ട് ഏറ്റവും പ്രശ്നമാണ്. വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനവും ഇപ്പം നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കളക്ടർ നേരിട്ട് ഒരു ഉത്തരവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. തൊട്ടടുത്തുള്ള അത്തിയടുക്കം കോളനിയിലും സ്ഥിതി ഇതുതന്നെ. കാസർഗോഡ് ജില്ലയിലെ മിക്കവാറും ആദിവാസി പട്ടിക വിഭാഗ കോളനികളിലെ സ്ഥിതിയും സമാന നിലയിലാണ്. വെള്ളമെത്തിക്കുന്നതിനാവശ്യമായ വാഹനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ജലസ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും ജില്ലാ ഭരണകൂടത്തിനും റവന്യൂ അധികൃതർക്കും സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികളെ പ്രശ്നപരിഹാര നടപടികളുമായി അധികൃതർ സഹകരിപ്പിക്കുന്നില്ല. ഇലക്ഷൻ നടത്തിപ്പിന്റെ ചുമതലക്കാരായ റവന്യൂ വകുപ്പ് പ്രശ്നപരിഹാരത്തിൽ ദയനീയമായി പരാജയപ്പെട്ട അനുഭവമാണ് കാസർഗോഡ് ജില്ലയിൽ. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.